ഇന്നത്തെ നമ്മുടെ ക്ലാസ് ജോബ് കോസ്റ്റിങ്ങിനെ കുറിച്ചാണ്. നമുക്കറിയാം കോസ്റ്റിംഗില് രണ്ട് വിഭാഗമായിട്ടാണ് വേർതിരിച്ചേക്കുന്നത്. ഒന്ന് മെത്തേഡ്സും രണ്ട് ടെക്നിക്സും. ഇവിടെ മെത്തേഡ്സിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാം. ടെക്നിക്സിൽ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാം, അതല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ്. അപ്പോ മെത്തേഡ്സിൽ നമ്മ കോസ്റ്റ് കണ്ടെത്താനായിട്ട് ഓരോ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഓരോ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ജോബ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് കണ്ടെത്താം. ആദ്യമേ ഒരു കോസ്റ്റിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് ഡിസിഷൻ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ കോസ്റ്റ് അതിന്റെ കണ്ടെത്തണം. അപ്പോ നമുക്ക് കോസ്റ്റ് കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം, ആ കോസ്റ്റ് കണ്ടെത്താനായിട്ട് ഓരോ ഇൻഡസ്ട്രിക്കും സ്പെസിഫിക് ആയിട്ട് ഓരോ മെത്തേഡ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ജോബ് കോസ്റ്റിംഗ് ആണ്. അതിനു മുമ്പായിട്ട് നമുക്ക് ടെക്നിക്സോടൊന്ന് പരിചയപ്പെടാം. അതായത് ഡിസിഷൻ മേക്കിങ്ങിന് അല്ലെങ്കിൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള ടെക്നിക്സ്. മാർജിനൽ കോസ്റ്റിംഗ്, ബഡ്ജറ്റ് കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, ഒരു കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സുകളാണ് മാർജിനൽ കോസ്റ്റിംഗ്, ബഡ്ജറ്റ് കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഇത് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ജോബ് കോസ്റ്റിംഗ് ആണ്. ജോബ് കോസ്റ്റിംഗിന്റെ ഡെഫിനിഷൻ പറയുന്നത് the category of basic costing methods which is applicable where the work consists of separate contracts, jobs or batches, each of which is authorized by a specific order or contract. ഇവിടെ ജോബ് കോസ്റ്റിംഗ് മറ്റുള്ള കോസ്റ്റിംഗ് മെത്തേഡ്സിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് ഇവിടെയാണ്. അതായത് ഒരു കസ്റ്റമറിനെ സ്പെസിഫിക് ആയിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് കണ്ടെത്തുന്നത്, ജോബ് കോസ്റ്റിംഗിന് കോസ്റ്റും അതുപോലെ തന്നെ പ്രോഫിറ്റും അസർട്ടൈൻ ചെയ്തു. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമറിന്റെ എൻക്വയറി ബേസ് ചെയ്തിട്ട് നമ്മ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നു. എന്നിട്ട് ആളോട് എന്ത് പറയുന്നു, ഇത്ര രൂപ ഈ ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഈ ഒരു ജോബിൽ നിന്ന് നമുക്ക് ചെലവ് വരും. നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മ ഒരു ജോബ് ചിലപ്പോൾ ബിഡ് ചെയ്യുകയായിരിക്കും അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റ് പറയുകയായിരിക്കും. നമ്മൾ പറഞ്ഞ എസ്റ്റിമേറ്റോ അല്ലെങ്കിൽ ബിഡിന്റെയോ പ്രകാരം നമുക്ക് ആ വർക്ക് കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ എലമെന്റ്സും കോസ്റ്റിന്റെ ഓരോ എലമെന്റ്സും നമ്മൾ റെക്കോർഡ് ചെയ്ത് ഓരോ സ്പെസിഫിക് ജോബിൽ നിന്നും അതിന് ബേസ് ചെയ്തിട്ടുള്ള കോസ്റ്റ്, അതിന് വേണ്ടി വന്ന ചെലവുകള് നമ്മ റെക്കോർഡ് ചെയ്ത് അസർട്ടൈൻ ചെയ്യുന്നു. അതിന്റെ മുകളിൽ നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ കൂടി ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. ഇവിടെ ഓരോ കസ്റ്റമറും യുണിക്കാണ്. ഓരോ കസ്റ്റമർക്കും ഓരോ ടൈപ്പിലായിരിക്കും അവരുടെ ആവശ്യങ്ങൾ.
ഇപ്പൊ ഒരു ഇന്റീരിയർ ഡിസൈനിങ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു കസ്റ്റമർ വന്ന് പറയാ ആളുടെ ഇന്റീരിയർ വർക്ക്സ് ഇതുപോലെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ഡിസൈൻ വേണം. ഇതുപോലെ ആയിരിക്കില്ല വേറൊരു കസ്റ്റമർ വന്ന് ഇതേ കോൺട്രാക്ടറുടെ അടുത്ത്, അതായത് ഇതേ ജോബ് ചെയ്യുന്ന ആളുടെ അടുത്ത് വന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഒരു കോൺട്രാക്ടറിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ആൾക്ക് രണ്ട് സെപ്പറേറ്റ്, രണ്ടും ഓരോ യൂണിക് ജോബ് ആയിട്ടാണ് കോൺട്രാക്ടർ നോക്കി കാണുന്നത്. ഇവിടെ ആളെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ജോബിനും ഓരോ നമ്പർ, ഓരോ ഡിസ്ട്രിക്ട് നമ്പർ ഫിക്സ് ചെയ്യും. അതായത് ജോബ് നമ്പർ എന്നാണ് അതിനെ പറയുന്നത്. ഇനി ആളെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ജോബ് കോസ്റ്റ് ഷീറ്റ് വരച്ചുകൊണ്ട് അതിന്റെ എസ്റ്റിമേറ്റും അതുപോലെ തന്നെ ആക്ച്വൽ കോസ്റ്റും അസൈൻ ചെയ്യുന്നത്. നമുക്കപ്പോ ജോബ് കോസ്റ്റ് ഷീറ്റ് ഒന്ന് പരിചയപ്പെടാം. ജോബ് കോസ്റ്റ് ഷീറ്റ് ഇവിടെ ഹെഡ് എപ്പോഴും, അതായത് ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഹെഡ് ആയിട്ട് നിങ്ങൾ എപ്പോഴും എഴുതേണ്ടത് ജോബ് കോസ്റ്റ് ഷീറ്റ് എന്നാണ്. കാരണം നമ്മളിവിടെ വരയ്ക്കുന്നത് ആ ജോബിന്റെ കോസ്റ്റ് ഷീറ്റ് ആണ്. ആ ജോബ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ എക്സ്പെൻസും അതുപോലെ തന്നെ പ്രോഫിറ്റും ആഡ് ചെയ്ത് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ലിസ്റ്റ് ചെയ്യുന്നു, അതായത് സെല്ലിംഗ് പ്രൈസ് കോഡ് ചെയ്യുന്നു. അപ്പോ ജോബ് കോസ്റ്റ് അതിനപ്പുറത്ത് എന്ത് എഴുതാം? ആ ജോബ് നമ്പർ. നമുക്കറിയാം ഓരോ ജോബും യുണിക് ആണ്, ഓരോ കസ്റ്റമറും യുണിക് ആണ്. അപ്പൊ ഓരോ ജോബും യുണിക് ആയിരിക്കും. അപ്പോ നമ്മ ആ ഓരോ ജോബിനും ഓരോ യൂണിക് ഡിസ്ട്രിക്ട് നമ്പേഴ്സ് കോഡ് ചെയ്യും. അപ്പോ നമ്മ ബ്രാക്കറ്റിൽ എന്ത് എഴുതുന്നു? ജോബ് നമ്പർ. അപ്പോ നമുക്ക് ജോബ് കോസ്റ്റ് ഷീറ്റിനെ ഒന്ന് പരിചയപ്പെടാം. ഡയറക്റ്റ് മെറ്റീരിയൽ, അതായത് പർട്ടിക്കുലർ എമൗണ്ട്, ഒരു ഫോർമാറ്റ്, ഒരു സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ്. അതിലെ ഫസ്റ്റ് വൺ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ്, അതായത് മുഖ്യ ചെലവ്, പ്രൈം കോസ്റ്റ് കിട്ടും. അതിന്റെ ഒപ്പം ഫാക്ടറി ഓവർഹെഡ്, അതായത് പ്രൊഡക്ഷൻ, അതായത് ആ ഒരു മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് വന്ന ചെലവ്. ഇതെല്ലാം ആ മെറ്റീരിയലോ ലേബറോ എക്സ്പെൻസോ അതിനെ റിലേറ്റഡ് ആയിട്ട് വന്ന ചെലവുകളാണ്. ഇതിന് പുറമെ നമുക്ക് എന്ത് വരും? ഫാക്ടറി ഓവർഹെഡ്. ഒരു ഫാക്ടറിയിലായിരിക്കും എന്തായാലും ആ ഒരു പ്രൊഡക്റ്റ് കൺവേർട്ട് ആവാം. ഇൻ കേസ് ഞാൻ പറഞ്ഞു ഇന്റീരിയർ ഡിസൈൻ, അവിടെ ഫാക്ടറി ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കില്ല ചിലപ്പോൾ വരാം. കാരണം അവിടെ ഒരു ഫാക്ടറി ഉണ്ടാവില്ല ആ പ്രൊഡക്റ്റ് നിർമ്മിക്കാനായിട്ട്. ആള് വർക്ക് സൈറ്റ് ആയിരിക്കും, ആ സൈറ്റിൽ ചെന്നിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അപ്പോ നോർമൽ ആയിട്ട് നമ്മൾ ഓവർഹെഡ് എന്ന് പറഞ്ഞ് എഴുതുള്ളൂ. അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് കിട്ടാനായിട്ട് ഇതുപോലെ തന്നെ ഫാക്ടറി ഓവർഹെഡ് എന്ന് നമ്മൾ ചിലപ്പോൾ എഴുതും. അപ്പോ ഫാക്ടറി ഓവർഹെഡ് പ്രൈം കോസ്റ്റിനൊപ്പം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വർക്ക് കോസ്റ്റ്. ഇനി വർക്ക് കോസ്റ്റിനൊപ്പം ഓഫീസ് ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതിനൊപ്പം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അതിനൊപ്പം പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ആലോചിക്കുക, അതായത് ജോബ് കോസ്റ്റ് ഷീറ്റ് ആക്ച്വലി നമ്മുടെ സെയിം ആസ് കോസ്റ്റ് ഷീറ്റ് ആണ്. അപ്പോ കോസ്റ്റ് ഷീറ്റിൽ വരുന്ന അതേ ഐറ്റംസ് ആയിരിക്കും ഇത്. നിങ്ങൾ കോസ്റ്റ് ഷീറ്റ് മുമ്പേ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് മനസ്സിലാവും? അതേ ഫോർമാറ്റ് ആണ് എന്തിന്റെ? ജോബ് കോസ്റ്റ് ഷീറ്റ്. നമ്മളിവിടെ പറഞ്ഞത് കോസ്റ്റ് ഷീറ്റിന്റെ അതേ മോഡലാണ് പറഞ്ഞത്. അപ്പോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എന്താണോ തന്നിരിക്കുന്നത് ആ ഡാറ്റ ബേസ് ചെയ്തിട്ട് ജോബ് കോസ്റ്റ് ഷീറ്റ് വരച്ചാൽ മതി. ഇത് ഞാൻ എന്റെ കോസ്റ്റ് ഷീറ്റിന്റെ അതേ ഫോർമാറ്റിനെ വരച്ചിട്ടേക്കുന്നത്. പൊതുവെ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഐറ്റംസ് ഉണ്ടെങ്കിൽ മാത്രം ഇത് നിങ്ങൾ വരച്ചാൽ മതി. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഡയറക്റ്റ് മെറ്റീരിയൽ 10,000 രൂപ. ഡയറക്റ്റ് വർക്കേഴ്സ് കോസ്റ്റ് 12,000. ഡയറക്റ്റ് എക്സ്പെൻസ് 800 രൂപ. ഇനി ഫാക്ടറി ഓവർഹെഡ് പറയുന്നത് 60% ഓഫ് ഡയറക്റ്റ് ലേബറിന്റെ. പിന്നെ പറയുന്നത് ഓഫീസ് ഓവർഹെഡ് പറയുന്നത് വർക്ക് കോസ്റ്റിന്റെ, അതായത് വർക്ക് കോസ്റ്റിന്റെ 20%. പിന്നെ പ്രോഫിറ്റ് പറഞ്ഞിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസിന്റെ 20% ആണ്. അപ്പൊ നമുക്ക് ഈ ഡാറ്റ ബേസ് ചെയ്തിട്ട് ഇതിൽ അപ്ലൈ ചെയ്ത്
നമ്മുടെ ജോബ് കോസ്റ്റ് ഷീറ്റ് ഒന്ന് വരയ്ക്കാം. നമ്മുടെ പ്രൈം കോസ്റ്റ് 10, 12, 800 കൂട്ടുമ്പോൾ 22,800. ഇനി നമുക്ക് ഫാക്ടറി ഓവർഹെഡ് നമ്മളോട് പറഞ്ഞേക്കുന്നത് ഡയറക്ട് ലേബറിന്റെ 60% ആണ്. അതായത് 12,000ന്റെ എത്ര 60% എത്ര വരും? 7,200. അതായത് 12,000 into 60%. ഫാക്ടറി ഓവർഹെഡ്. ഇനി അവർ പറയുന്നത് നമുക്കിനി ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈം കോസ്റ്റിന്റെ ഒപ്പം ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്ത് എന്ത് കിട്ടും? വർക്ക് കോസ്റ്റ് കിട്ടും. വർക്ക് കോസ്റ്റ് ഒക്കെ വരുന്നത് ഇനി നമുക്ക് എന്താ കണ്ടേ? ഓഫീസ് ഓവർഹെഡ് നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? വർക്ക് കോസ്റ്റിന്റെ ആണ്. അതായത് വർക്ക് കോസ്റ്റിന്റെ 20% ആണ്. വർക്ക് കോസ്റ്റ് എത്രയാണ്? വർക്ക് കോസ്റ്റിന്റെ അതായത് ഓഫീസ് ഓവർഹെഡ് വരുന്നത് വർക്ക് കോസ്റ്റ് അതായത് 30,000ന്റെ 20%, അതായത് 6,000 രൂപ. അപ്പോ വർക്ക് കോസ്റ്റിന്റെ ഒപ്പം ഓഫീസ് ഓവർഹെഡ് കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 36,000 രൂപ. ഇനി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ഓവർഹെഡ് നമുക്ക് ആ കൂടി തന്നിരിക്കുന്ന ഡാറ്റ പ്രൈം കോസ്റ്റിനുള്ളതും വർക്ക് കോസ്റ്റ് കണ്ടെത്താനും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിന്റെ കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷനും നമ്മുടെ ക്വസ്റ്റ്യന് തന്നിട്ടില്ല. അപ്പൊ എന്തെടുക്കാം? അത് നില്ലായിട്ട് എടുക്കാം. അപ്പോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്തായി മാറും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇത് തന്നെയാണ് 36,000. ഇനി ഇവിടെയാണ് കണക്കിലെ മെയിൻ ഏരിയ ഇരിക്കുന്നത്. നമുക്ക് പ്രോഫിറ്റ് മാർജിൻ തന്നിരിക്കുന്നത് 20% ഓഫ് സെല്ലിംഗ് പ്രൈസ് ആണ്. നമുക്ക് സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് അറിയില്ല. സെല്ലിംഗ് പ്രൈസ് ആണ് നമുക്ക് കണ്ടെത്തണ്ടേ. അതിന്റെയാണ് എത്ര പെർസെന്റേജ് പറഞ്ഞേക്കുന്നത്? 20% പറഞ്ഞേക്കുന്നത് പ്രോഫിറ്റ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. നിങ്ങൾ നോക്കേണ്ടത് സെല്ലിംഗ് പ്രൈസിന്റെ കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിന്റെ 1/5 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കോസ്റ്റ് പ്രൈസിന്റെ 1/4 ചെയ്യണം. ഇനി സെല്ലിംഗ് പ്രൈസിന്റെ 1/4 ആണ് പറഞ്ഞേക്കുന്നെങ്കിലും കോസ്റ്റ് പ്രൈസിന് 1/3 വരും. ഇനി സെല്ലിംഗ് പ്രൈസിന് 1/3 ആണ് പറഞ്ഞേക്കുന്നെങ്കിലും കോസ്റ്റ് പ്രൈസിന് 1/2 വരും. അങ്ങനെ പോവും. ഇനി അതല്ല ഇത് മൈൻഡിൽ വെക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? പ്രോഫിറ്റ് മാർജിൻ സെല്ലിംഗ് പ്രൈസിന്റെ 20% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? 100% ആണ് സെല്ലിംഗ് പ്രൈസ്. അപ്പോ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആയിരിക്കും എന്ത് 100% വരാം. കോസ്റ്റ് ഇവിടെ സെല്ലിംഗ് പ്രോഫിറ്റ് പറഞ്ഞിരിക്കുന്നത് 20% ആണ്. പ്രോഫിറ്റ് 20%. അപ്പൊ ബാലൻസ് 80%. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കാണാൻ ഇങ്ങനെ ഇതിന് പുറമെ ഈ ഒരു മെത്തേഡ് കൂടി യൂസ് ചെയ്യാം. അതായത് പ്രോഫിറ്റ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു 20/80. അതായത് ഈ 100ൽ നിന്ന് 20 കുറച്ചാൽ ബാക്കി 80. അതായത് 20/80 ചെയ്താലും എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. അത് മൈൻഡിൽ വെക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. അപ്പൊ ഇവിടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ എത്ര വരും? അതായത് 36,000ന്റെ 36,000ന്റെ എത്ര? 20/80 എത്ര വരും? 9,000 രൂപ. 9,000. അപ്പോൾ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? അതായത് നമുക്ക് വന്ന കോസ്റ്റ് പ്ലസ് നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സെല്ലിംഗ് പ്രൈസ് കിട്ടും. എത്ര? 45,000. ഇതാണ് ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ. നമുക്ക് എന്ത് കിട്ടി? പ്രോഫിറ്റ് കിട്ടി, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി, സെല്ലിംഗ് പ്രൈസ് കോട്ട് ചെയ്തത്. അതായത് കോട്ട് ചെയ്യുകയാണെങ്കിൽ
അത് എസ്റ്റിമേറ്റ് ആണ് തയ്യാറാക്കുന്നെങ്കിൽ 45,000, അതല്ല ആക്ച്വൽ ഡാറ്റ ബേസ് ഇതാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നെങ്കിൽ ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം.